വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഗായത്രിയുടെ 7ാമത്തെ അക്ഷരമായ വിശ്വമാതാവിനെ കുറിച്ചാണ്. മാതാവിനെ തൻ്റെ സന്താനങ്ങൾ പ്രാണപ്രിയരാണ്. എല്ലാവരെയും ഒരേ ഐക്യത്തിൻ്റെ ചരടിൽ ബന്ധിച്ച് എല്ലാവരും ഒരുപോലെ സുഖസമൃദ്ധിയിൽ കഴിയുന്നത് കാണുവാൻ ആഗ്രഹിക്കുന്നു. സകല മനുഷ്യരും ഒത്തൊരുമയോടെ കഴിയാനാണ് വിശ്വമാതാവ് ഇഷ്ടപ്പെടുന്നത്. കഴിവ് പ്രകടിപ്പിക്കുകയും ആത്മീയതാപൂർണമായ പെരുമാറ്റം അവലംബിച്ച് എങ്ങും സുഖശാന്തിയുടെ അന്തരീക്ഷം നിർമ്മിക്കുകയും ചെയ്യുക, മനുഷ്യനും മറ്റു ജീവികളും തമ്മിലും സൗഹൃദപൂർണമായ ബന്ധം പുലർത്തുക, ഇവയാണ് മാതാവിൻ്റെ അഭിലാഷവും പ്രതീക്ഷയും. പണ്ട് ലോകമാസകലം സത്യയുഗാന്തരീക്ഷം നിലനിന്നിരുന്നത് കാരണം പ്രാചീന കാലത്തെ സാംസ്കാരിക മഹിമയും വൈകാരിക സദ്ഭാവനയുമായിരുന്നു. ആസന്ന ഭാവിയിൽ വീണ്ടും വിശ്വമാതാവിൻ്റെ വാത്സല്യം വർദ്ധിക്കുവാൻ പോകുകയാണ്. തൻ്റെ വിശ്വോദ്യാനത്തിലെ ഓരോ ഭാഗവും വൃത്തിയാക്കി വെടുപ്പാക്കി മനോഹരമാക്കുന്ന പണി നിർവഹിക്കുവാൻ പോകുകയാണ്. പ്രജ്ഞാവതാര രൂപത്തിൽ ലോകത്തിൽ നടക്കുന്ന നവനിർമ്മാണ പ്രവർത്തനങ്ങൾ ആ മഹാശക്തിയുടെ സമയോചിതമായ വാത്സല്യ പ്രകടനമാണെന്ന് കരുതാം. താമസിയാതെ വസുദൈവ കുടുംബകം എന്ന ആദർശം എല്ലാവരും അംഗീകരിക്കുന്നതാണ്. ഈശ്വരൻ്റെ വിരാട് രൂപത്തിൻ്റെ ദർശനം പലർക്കും പല വിധത്തിലാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തത്വപരമായ വീക്ഷണത്തിൽ വിരാട് ബ്രഹ്മത്തിൻ്റെ പ്രായോഗിക സ്വരൂപം ഇങ്ങനെയാണ്: അഖില മാനവ വിശ്വസാഹോദര്യം, വിശ്വകുടുംബം, വിശ്വഭാവന, വിശ്വസംവേദനം. ഈ സ്ഥിതിയിൽ വ്യക്തി മാഹാത്മ്യവാദം ഇല്ലാതാകുകയും സാമൂഹ്യ മഹത്വവാദം ഉയരുകയും ചെയ്യുന്നു. ഇതാണ് ഈശ്വര സമർപ്പണം. സങ്കുചിതമായ സ്വാർത്ഥബന്ധനങ്ങളിൽ നിന്നും വിമുക്തരായി വിരാട് രൂപവുമായി ഏകാത്മകത്വം സ്ഥാപിക്കുക എന്നത് അതിൻ്റെ പരമലക്ഷ്യമായി പരിഗണിക്കപ്പെടുന്നു. ഈ ലക്ഷ്യപൂർത്തിക്ക് വേണ്ടി ആത്മചിന്തനം, ബ്രഹ്മചിന്തനം, യോഗസാധന, ധർമാനുഷ്ഠാനങ്ങൾ എന്നീ സാധനാപരമായ പ്രയോഗങ്ങൾ മെച്ചപ്പെടുന്നു. പൊതുജനങ്ങളുടെ ജീവിതത്തിൽ ഈ വിശ്വാസങ്ങൾക്കും പാരമ്പര്യങ്ങൾക്കും സ്ഥാനം ലഭിക്കുമ്പോൾ വ്യക്തിയിൽ ദൈവിക മനസ്ഥിതി ഉളവാകുന്നതിനും ലോകത്തിൻ്റെ സുഖശാന്തിയും സ്വർഗീയ പരിതസ്ഥിതിയും സജ്ജമാകുന്നതിനും ഇത് മാർഗം സൃഷ്ടിക്കുന്നു. ഈ പ്രേരണ വിശ്വമാതാവായ ഗായത്രി പ്രദാനം ചെയ്യുന്നു. ഗായത്രി മഹാശക്തിക്ക് വിശ്വമാതാവ് എന്ന നാമം നൽകിയിരിക്കുന്നു. ആ മടിത്തട്ടിൽ ഇരിക്കുന്നവരിൽ കുടുംബ സഹജമായ ഉദാത്ത ഭാവന ഉളവാകുന്നു. ശുദ്രത്വമാകുന്ന ഭവബന്ധനങ്ങളിൽ നിന്ന് മുക്തി നേടുക, സങ്കുചിതത്വമാകുന്ന നരകത്തിൽ നിന്നും വിരമിക്കുക. ഈ രണ്ട് അനുദാനങ്ങളും വിശ്വമാതാവിൻ്റെ സാമീപ്യത്തിൻ്റെയും അനുകമ്പയുടെയും ഫലങ്ങളാണ്. ശരിയായ സാധകന് ഈ രണ്ട് അനുദാനങ്ങളും ഉത്തരോത്തരം വർദ്ധിച്ച തോതിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നതായി അനുഭവപ്പെടും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.